വേഷപ്പകർച്ച എന്ന കഥയുടെ തുടക്കം. ഈ കഥ നടക്കുന്നത് ഇഴവിമല എന്ന ഗ്രാമത്തിലാണ്. ഇഴവിമല എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു നാടാണ്. പഴമക്കാർ പറയുന്നത് അതിമനോഹാരിത തോന്നിക്കുന്ന 7 മലകൾക്കുള്ളിലാണത്രേ ഈ ഗ്രാമം നിൽക്കുന്നതെന്നുള്ളതാണ്. ഇവിടെയുള്ളവരിൽ ഏറെപ്പേരും കൃഷിക്കാരാണ്. ഏക്കർ കണക്കിന് കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളുണ്ട്, മറ്റു വിളകളുണ്ട്. അതുമാത്രമല്ല, അടുത്ത ഗ്രാമങ്ങളിൽ നിന്നുള്ള കള്ളത്തരവും പിടിച്ചുപറിയും എന്ത് വൃത്തികേട് ചെയ്താലും ഇവിടെ വന്ന് ചാടിയാൽ രക്ഷപ്പെടാം. ഒരു പരിധിവരെ അത്രയ്ക്ക് ഉൾപ്രദേശങ്ങളുണ്ട് ഈ ഗ്രാമത്തിൽ. ഈ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന 2 സമ്പന്നരാണ് സേവ്യറും രാമൻ കർത്തയും. രണ്ടിൻ്റെയും കയ്യിലാണ് ഈ പ്രദേശത്തെ ഏറിയ കൂറും സ്ഥലങ്ങളും കെട്ടിടങ്ങളും. സേവ്യർ മുതലാളിക്കൊരു കുഴപ്പമുണ്ട്. സേവ്യർ ഏട്ടാ എന്നൊന്നും ആരും വിളിക്കാൻ പാടില്ല. മുതലാളി എന്ന് കൂട്ടിച്ചേർത്ത് വിളിച്ചില്ലെങ്കിൽ വിളിക്കുന്നവരുടെ കാര്യം പോക്ക. അത്രയ്ക്ക് പൊങ്ങച്ചവും അഹങ്കാരിയുമാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന മുഖഭാവവുമാണ് അയാളുടേത്. ഓരോ ദിവസവും തരാതരം മുന്തിയ വണ്ടികളിലാണ് യാത്ര. പണത്തിൻ്റെ മെത്തയിൽ കിടക്കുന്നത് എന്നാണ് ആൾക്കാർ പറയുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തനാണ് രാമൻ കർത്ത. പൊങ്ങച്ചം തൊട്ടു നീണ്ടിട്ടില്ല. വളരെ എളിമതയും ദയാലുവും എല്ലാവരോടും മര്യാദയും പാലിക്കുന്ന സാധുക്കളോട് സഹാനുഭൂതിയുള്ള ആളുമാണ് കർത്ത. സേവ്യറിൻ്റെ നേരെ തിരിഞ്ഞ സ്വഭാവം. ഈ കർത്തയുടെ തറവാട് പണ്ട് മുതലേ ഈ നാട്ടിലെ ജന്മികളാണ്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയാണ് കുടികിടപ്പ് അവകാശമായി ഇവിടുത്തുകാർക്ക് പതിച്ചു നൽകിയതെന്നാണ് പറയുന്നത്. സേവ്യറിൻ്റെ അപ്പൻ പൗലോസ് പണ്ട് കാലത്ത് ഇവിടെ വന്ന് വെട്ടിപ്പിടിച്ചതാണ് സേവ്യർ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി. ഈ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സ്കൂള്, പാൽ കോളേജ്, ഇങ്ങനെ പലതും. ഈ നാട്ടിൽ സേവ്യറിൻ്റെ കീഴിലില്ലാത്ത സ്ഥാപനങ്ങളില്ല. സേവ്യറിന് 2 ആൺമക്കളാണുള്ളത്. അത്യാവശ്യം വിദ്യാഭ്യാസത്തിന് ശേഷം സേവ്യറിനോടൊപ്പം ബിസിനസ്സിൽ സഹായിക്കുകയാണ് ഇവരുടെ പണി. സേവ്യറിനെ പോലെ തന്നെ പണമുണ്ടാക്കാൻ മിടുക്കന്മാരാണ്. രാമൻ കർത്തയ്ക്കാകട്ടെ ഒരു മകനേ ഉള്ളൂ. വിദേശത്തൊക്കെ പോയി പഠിച്ച് ഡോക്ടറാണ്. കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. വളരെ വിനയവും മര്യാദയുമുള്ള ചെറുപ്പക്കാരൻ. രാമൻ കർത്തയെപ്പോലെ തന്നെ, പക്ഷേ നേരെ തിരിഞ്ഞ സ്വഭാവമാണ് സേവ്യറിൻ്റെ മക്കൾ. സേവ്യറിനെ പോലെ തന്നെ കാഴ്ചയിൽ തന്നെയുണ്ടൊരു മുഷ്ക്. ആ നാട്ടിൽ സേവ്യർ ലേഡീസിനും ജെൻസിനും ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട്. പട്ടണത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ ജോലിക്കായും മറ്റും നഗരത്തിൻ്റെ തിരക്കുകളില്ലാത്ത ഈ ഹോസ്റ്റലുകളിൽ വന്ന് താമസിക്കാറുമുണ്ട്. പക്ഷേ ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ജോലിക്ക് പഠിക്കാനോ ഒക്കെ വരുന്ന പലരെയും കാണുവാനില്ല എന്ന് കേൾക്കുന്നത് നിരന്തര സംഭവമാണ്. പോലീസ് അന്വേഷിക്കുകയും പൗരസമിതി രൂപീകരിച്ച് സമരം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരു കാര്യവുമില്ല. ഓരോ മിസ്സിംഗ് കേസ് വരുമ്പോഴും പട്ടണത്തിൽ നിന്ന് പോലീസ് വരും, അന്വേഷണം നടത്തും. കുറച്ച് പ്രഹസനങ്ങൾ കഴിയുമ്പോൾ അതങ്ങ് ഒതുങ്ങും. അത്രയേ ഉള്ളൂ. നഷ്ടപ്പെട്ടവർക്ക് പോയി. അങ്ങനെയിരിക്കെ പട്ടണത്തിൽ നേഴ്സിംഗ് കോളേജിൽ പഠിക്കുവാൻ റൂബി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നു. അവിടെ ഹോസ്റ്റൽ സൗകര്യമില്ലാത്തത് കാരണം ഇഴവിമലയിലെ ഒരു വീട്ടിൽ പെയിൻ ഗസ്റ്റായിട്ട് ആണ് താമസിക്കുന്നത്. അധ്യാപകരായ റാഫി സൗദ ദമ്പതികളുടെ മകളാണ് ഈ കുട്ടി. അവരുടെ ഏക പ്രതീക്ഷയായിരുന്നു ആ കുട്ടിക്ക് ശ്രാവൺ എന്ന പറയുന്ന ഒരു പയ്യനുമായിട്ട് ഒരടുപ്പവുമുണ്ട്. അടുത്ത ഭാഗവുമായി